ഇന്ന് ഞാൻ വെള്ളക്കടല വെച്ച് ഒരു കുറുമയാണ് ഉണ്ടാക്കുന്നത്, അതായത് ചന കുറുമ. കാബൂളി ചന വെച്ച് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കുറുമ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു കപ്പ് കടല ഞാൻ 7-8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് നന്നായിട്ട് കഴുകിയെടുത്തതാണിത്. ഈ ഒരു കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് കടലയാണ് ഞാൻ എടുത്തിരുന്നത്. അത് വെള്ളത്തിലിട്ട് കഴിഞ്ഞ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു പ്രഷർ കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 2.5 കപ്പ് വെള്ളവും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് മൂന്നും കൂടി നന്നായിട്ട് വേവിച്ചെടുക്കാം. 2 വിസിൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ച് ഒരു 15 മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചാൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നോളും. ഞാനിത് അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിനുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി 1/2 കപ്പ് അണ്ടിപ്പരിപ്പ് ഞാൻ വെള്ളത്തിൽ കുതിർത്തെടുത്തതാണിത്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇതിൻ്റെ കൂടെ ഒരു 10 ബദാമും കൂടി വെള്ളത്തിൽ കുതിർത്ത് വെച്ച് തന്നെയാണ്, അതും കൂടി മിക്സിയിലേക്ക് ഇടാം. അതുപോലെ ഒരു ടേബിൾ സ്പൂൺ വരെ ഉണക്കമുന്തിരിയും കൂടി ചേർക്കാം. ഉണക്കമുന്തിരി വെള്ളത്തിൽ കുതിർത്തിട്ടൊന്നുമില്ല, അല്ലാതെ തന്നെ പെട്ടെന്ന് അരഞ്ഞു കിട്ടും. 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ട് അരച്ച് വെക്കാം. 2 തക്കാളിയും കൂടി നന്നായിട്ട് അരച്ചെടുത്ത് വെക്കാം. തൊലിയൊന്നും കളയാതെയാണ് ഞാനിതിവിടെ അരച്ചെടുത്തിട്ടുള്ളത്. നമുക്കിതും മാറ്റി വെക്കാം. നമ്മൾ പ്രഷർ കുക്കറിൽ വേവിക്കാൻ വെച്ച വെള്ളക്കടല ഇവിടെ നന്നായി വെന്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്കിത് വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. നന്നായി വെന്തിട്ടുണ്ട് ഇത്. നമുക്കിതും മാറ്റി വെക്കാം. എന്നിട്ട് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ബട്ടർ ആഡ് ചെയ്യാം. ബട്ടർ നല്ല ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഷാ ജീര ചേർത്ത് കൊടുക്കാം, അതായത് കാരവേ സീഡ്സ്. ഈ ജീരകം ഒന്ന് പൊട്ടിത്തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ കായം ചേർത്ത് കൊടുക്കാം, കായത്തിൻ്റെ പൊടി. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തത് ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഇതിൻ്റെ തീ നന്നായിട്ട് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ ഈ പൊടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കാം. മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു 1-2 മിനിറ്റ് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം. ഈ പൊടിയുടെ പച്ചമണം നന്നായിട്ട് മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ച അണ്ടിപ്പരിപ്പ്, ബദാം, മുന്തിരി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി വഴറ്റാം. ഇനി ഈ ബൗളിലേക്ക് തന്നെ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച തക്കാളി ചേർക്കാം. 2 മീഡിയം സൈസ് തക്കാളിയാണ് ഞാൻ അരച്ചിട്ടുണ്ടായിരുന്നത്. വലിയ തക്കാളിയാണെങ്കിൽ ഒരെണ്ണം ചേർത്താൽ മതിയാവും. തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർക്കാം. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. നമ്മൾ കടലയിൽ ഉപ്പ് ചേർത്തതുകൊണ്ട് കൂടുതൽ ചേർക്കണ്ട, നോക്കിയിട്ട് വേണം ചേർക്കാൻ. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതിവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിത് അടച്ച് വെച്ച് ചെറിയ തീയിൽ ഒരു 10-15 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇതിൽ കിടന്നിട്ട് വേണം തക്കാളിയൊക്കെ നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. തക്കാളിയെല്ലാം നന്നായി വെന്ത് കറിക്ക് നല്ലൊരു മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച കടല ചേർക്കാം. ഈ കടല വെള്ളത്തോടു കൂടി തന്നെ ചേർക്കാം, വെള്ളം കളയണ്ട. കടല ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് ഒന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം.
ഇതിവിടെ നന്നായി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തി പൗഡർ ചേർത്ത് കൊടുക്കാം. അതായത് ഉലുവയില ഉണക്കി പൊടിച്ച പൗഡറാണ്. ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. വീണ്ടും അടച്ചു വെച്ച് നമുക്കിതൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. കടലയും മസാലയും കൂടി നന്നായിട്ട് മിക്സായി വരണം. കടലയിൽ മസാല നന്നായിട്ട് പിടിച്ചിരിക്കുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. കടലയും ഇതിൻ്റെ ഗ്രേവിയും ഒക്കെ കൂടി നല്ല മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അല്പം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയിലയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. നമ്മുടെ കടലക്കുറുമ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഞാനിത് അടുപ്പത്തുനിന്ന് മാറ്റാണ്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചന കുറുമ റെഡിയായി. ചപ്പാത്തി, പൊറോട്ട ഇതിനൊക്കെ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുറുമയാണിത്. മാത്രമല്ല നമ്മുടെ ദോശയ്ക്ക് പോലും ഇത് വളരെ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ അഭിപ്രായം അറിയിക്കുക. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്